നെബുക്കദ്നേസർ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി വെച്ചു. First thing we read that King Nebuchadnezzar made a big image of himself. അതിനെ ലൈക്ക് ചെയ്യണമെന്നും കമന്റ് ചെയ്യണമെന്നും അദ്ദേഹം ഓർഡർ ഇട്ടു. He put in order that everybody must like it and comment on it. പക്ഷേ പല ആളുകളും ലൈക്ക് ചെയ്തു, പല ആളുകളും കമന്റ് ചെയ്തു. Many people liked it, many people commented on it. പക്ഷേ ആ ഇമേജിനെ ഡിസ്ലൈക്ക് പോലും ചെയ്യാതെ മൗനമായിട്ടിരുന്നവരായിരുന്നു ദാനിയേലിന്റെ കൂട്ടുകാർ. There was a group of people who did not even dislike that comment, that post, and that was Daniel and his friends. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിലതിന് ലൈക്ക് ചെയ്തില്ലെങ്കിൽ കമന്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ അൺഫ്രണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. This is a time when if we don't like or comment on certain things, those people will probably unfriend us. ഇവിടെയും ഇവരെ അൺഫ്രണ്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു വലിയ തീച്ചൂള ഉണ്ടാക്കി വെക്കുന്ന ചരിത്രമാണ്. ദൈവം തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാമെന്ന് അന്നേരം പറയുന്നില്ല. That God did not tell them that he is going to rescue them from the fire. ദൈവം തീച്ചൂളയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് കെടുത്താമെന്ന് പറയുന്നില്ല. God did not tell them that I will pour the water and quench the fire. ദൈവം തീച്ചൂളയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ ഒതുക്കാമെന്നും പറയുന്നില്ല. God did not say that I will take care of those people who are dragging into the fire. ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം തീച്ചൂളയിൽ കൂടെ നടക്കുന്നവനാണ്. The Bible teaches about a God who walks in the fire with us.